സ്വർഗത്തിലെ വാഴ ഇലയും കൊലയും താഴെ മുതലേ തുടങ്ങും. നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ മതങ്ങളിലുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ചുള്ള ഒരു രസകരമായ വീഡിയോയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതര മതങ്ങളിൽ നിന്നുള്ള സ്വർഗത്തിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണെന്ന്. സ്വർഗം എന്ന ആശയം എല്ലാ മതങ്ങളിലും ഉണ്ടെങ്കിലും ഓരോ മതത്തിനും അതിൻ്റെ സ്വന്തം ദർശനം, വഴികൾ, ലക്ഷ്യങ്ങൾ എന്നിവ വേറെ വേറെ ആയിരിക്കും. ഇസ്ലാം, ഹിന്ദുമതം, ക്രിസ്തുമതം, ബുദ്ധമതം എന്നീ പ്രധാന മതങ്ങളിൽ നിന്ന് സ്വർഗത്തെക്കുറിച്ച് ലളിതമായി വ്യക്തമായി വിശദമായി ഒന്ന് നോക്കാം. ഇസ്ലാം മതത്തിൽ സ്വർഗം അഥവാ ജന്നത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള പ്രസാദത്തോടെ ജീവിച്ചവർക്കുള്ള ശാശ്വത പ്രതിഫലമായിട്ടാണ് സ്വർഗത്തെ പറയുന്നത്. അവിടെ വേദനകൾ ഉണ്ടാവില്ല, വയസ്സാകില്ല, മരണമില്ല, മനസ്സിൽ താല്പര്യം തോന്നുന്ന എല്ലാം ലഭിക്കും എന്നൊക്കെയാണ് വിവരണങ്ങൾ. അതുപോലെ തന്നെ പാലുകൊണ്ടുള്ള അല്ലെങ്കിൽ തേൻ, വൈൻ, ശുദ്ധജലം ഒക്കെ ഒഴുകുന്ന നദികൾ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. സുന്ദരമായ തോട്ടങ്ങൾ, കൊട്ടാരങ്ങൾ, സ്വർണം വെള്ളി കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള കൊട്ടാരങ്ങളൊക്കെ ഉള്ളതായിട്ട് പറയുന്നു. വൃക്ഷത്തിൻ്റെ നിഴൽ ഒരു കുതിര ഒരു മാസം ഓടിയാൽ തീരാത്തത്ര ആണെന്ന് പറയുന്നു. വലിയ വൃക്ഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നെ ദുഃഖമില്ല, ഭയമില്ല, മനസ്സിന് ആഗ്രഹിക്കുന്ന എല്ലാം അവിടെ കിട്ടും എന്ന് പറയുന്നുണ്ട്. പാവപ്പെട്ടവർക്കും നല്ലവർക്കും ക്ഷമയുള്ളവർക്കും പ്രത്യേക സ്ഥാനങ്ങൾ അവിടെ ഉണ്ട്. അവിടുത്തെ ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ ബന്ധങ്ങൾ ഉണ്ടാകും, പക്ഷേ ഭൂമിയിലെ രീതിയിലായിരിക്കില്ല. ഭർത്താവും ഭാര്യയും ശുദ്ധരായി വേദനയില്ലാതെ സന്തോഷത്തോടെ ജീവിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഹിന്ദുമതത്തിലെ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുമതത്തിൽ സ്വർഗം വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് പറയുന്നത്. പ്രധാനപ്പെട്ട സ്വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ദ്രലോകം അല്ലെങ്കിൽ ദേവരാജൻ ഇന്ദ്രനെ ഭരിക്കുന്ന ലോകം, വൈകുണ്ഠം ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദിവ്യലോകം, ശിവലോകം അഥവാ കൈലാസം ശിവന്റെ ശാശ്വത നിലയം, അതുപോലെ തന്നെ ഗോലോകം കൃഷ്ണന്റെ ലോകം എങ്ങനെയാണ് സ്വർഗ്ഗലോകങ്ങൾ പറയുന്നത്. സ്വർഗത്തിൽ ലഭിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുണ്യം ചെയ്തവർക്ക് സ്വർഗത്തിൽ നഗരങ്ങൾ, ആനന്ദം, നൃത്ത സംഗീതങ്ങൾ, സുഖങ്ങൾ എല്ലാം ലഭ്യമാകുമെന്ന് പറയുന്നുണ്ട്. വേദങ്ങളിൽ പറയുന്ന പ്രകാരം സ്വർഗം താൽക്കാലികമാണ്. പുണ്യം ചെയ്തത് തീർന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും ജന്മം എടുക്കേണ്ടതായി തന്നെ വരുമെന്നാണ് പറയുന്നത്. ഹിന്ദുമതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൽ മോക്ഷമാണ് പരമമായ ലക്ഷ്യം. ദുഃഖമില്ലാത്ത ജനന മരണ ചക്രത്തിൽ നിന്ന് വിമോചനം, അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുന്നത് വരെ നാം ചെയ്തതിനുള്ള ഫലങ്ങൾ സ്വർഗത്തിലും നരകത്തിലുമായിട്ട് അനുഭവിച്ച് തീർത്തിട്ട് വീണ്ടും മനുഷ്യജന്മം തന്നെ എടുത്തു പോകേണ്ടി വരും. ഈ ഒരു ചക്രത്തിൽ നിന്ന് മോചനം ഉണ്ടാവണമെങ്കിൽ അവർക്ക് മോക്ഷം ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അതാണ് ഹിന്ദുമതത്തിലെ ശാശ്വതമായിട്ടുള്ള സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്. ബാക്കി സ്വർഗമെല്ലാം പറയുന്നത് താൽക്കാലികം മാത്രമാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ക്രൈസ്തവ മതത്തിലെ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ക്രൈസ്തവ മതത്തിലെ സ്വർഗത്തിൻ്റെ ഒരു ആശയം പറയുന്നത് ദൈവത്തോടൊപ്പം ശാശ്വതമായുള്ള നിത്യജീവിതം എന്നാണ് പറയുന്നത്. മരിച്ച ശേഷം ആത്മാവ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സ്വർഗത്തിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദന, രോഗം, മരണം ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം കാണുകയും എപ്പോഴും സമാധാനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം സ്വർഗം അല്ലെങ്കിൽ ന്യൂ ജെറുസലേം എന്ന രൂപത്തിൽ ബൈബിളിൽ വിവരിക്കുന്നുമുണ്ട്. അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ബുദ്ധമതത്തിലെ സ്വർഗ്ഗലോകങ്ങൾ അല്ലെങ്കിൽ ദേവലോകങ്ങൾ എന്നാണ് പറയുന്നത്. ബുദ്ധമതത്തിൽ സ്വർഗമുണ്ട്, പക്ഷേ ബുദ്ധമതത്തിലെ സ്വർഗ്ഗലോകങ്ങൾ താൽക്കാലികം മാത്രമാണ്. നമ്മൾ ഹിന്ദു മതത്തിൽ കണ്ടതുപോലെ പുണ്യം തീർന്നാൽ വീണ്ടും മനുഷ്യലോകത്തിലേക്കോ മറ്റോ ജനിക്കേണ്ടതായിട്ട് വീണ്ടും വരും. ബുദ്ധമതത്തിൽ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് നിർവ്വാണമാണ്. ദുഃഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള വിമോചനം, ശാശ്വത സമാധാനം നിർവ്വാണത്തിലൂടെയാണ് പ്രാപ്തമാകുന്നത്. മറ്റു മതങ്ങളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സിഖ് മതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സ്വർഗം ഭൗതിക സ്ഥലമല്ല, ദൈവത്തോടുള്ള ഏകീകരണമാണ് സ്വർഗം എന്ന് പറയുന്നുണ്ട്. ഇനി യഹൂദ മതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആത്മാവ് ദൈവസന്നിധിയിൽ പോകുന്ന വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചാണ് യഹൂദ മതത്തിൽ പറയുന്നത്. ഈ പാഴ്സികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തികൾ ചെയ്തവർ ഹൗസ് ഓഫ് സോങ് എന്ന ദിവ്യലോകത്തിൽ എത്തുമെന്ന് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ മതങ്ങളുടെ സ്വർഗ്ഗധാരണകൾ നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. അതായത് സ്വർഗത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ശാശ്വതമാണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ചില സ്വർഗ്ഗങ്ങൾ ശാശ്വതമാണ്, ചിലത് ശാശ്വതമല്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഇസ്ലാം മതത്തിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ജന്നത്ത് ശാശ്വതമായിട്ടുള്ള ആനന്ദമാണ് പറയുന്നത്. അവിടെ ശാശ്വതമായിട്ട് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഹിന്ദു സ്വർഗം അല്ലെങ്കിൽ മോക്ഷമാണ് പറയുന്നത്. സ്വർഗം താൽക്കാലികമാണ്, മോക്ഷം ശാശ്വതമാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്രിസ്ത്യനിലേക്ക് വരികയാണെങ്കിൽ ദൈവരാജ്യം ശാശ്വതമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധമതത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ദേവലോകവും നിർവ്വാണവുമാണ് പറയുന്നത്. ദേവലോകങ്ങൾ താൽക്കാലികമാണ്, നിർവ്വാണമാണ് ശാശ്വതം എന്ന് പറയുന്നുണ്ട്. അടുത്ത സിഖ് മതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ദൈവത്തോടുള്ള ഏകീകരണമാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആത്മീയമായ ശാശ്വതം എന്നാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സ്വർഗ്ഗങ്ങളെക്കുറിച്ചുള്ള മതങ്ങളുടെ സങ്കല്പങ്ങൾ. ഓരോ മതങ്ങളിലുമുള്ള വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പങ്ങൾ. ചിലതെല്ലാം ഒരുപോലെയാണെങ്കിൽ മറ്റു ചിലതെല്ലാം മറ്റൊരു രീതിയിലാണ്. അതായത് സ്വർഗം ശാശ്വതമാണെന്ന് പറയുന്ന മതവിഭാഗങ്ങളുണ്ട്, സ്വർഗം ശാശ്വതമല്ല എന്ന് പറയുന്ന മതവിഭാഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് രസകരമായിട്ടുള്ള ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. വീണ്ടും അടുത്തൊരു രസകരമായ വീഡിയോയുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണം. ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് പുതിയൊരു വീഡിയോയ്ക്ക് അത് കാരണമായി മാറാൻ സാധ്യതയുണ്ട്.